വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ മഴയുള്ള സമയത്ത് രോഗികളെ ആംബുലൻസിൽ നിന്ന് ഇറക്കാൻ ഡ്രൈവർമാർ മഴ നനയേണ്ട അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ പോർച്ചിലൂടെ വാഹനം നിർത്തി രോഗികളെ ഇറക്കിപ്പോയിരുന്ന അവസ്ഥ മാറ്റി. ഇപ്പോൾ പോർച്ചിന്റെ മുൻവശത്ത് ആംബുലൻസ് പിന്നിലേക്ക് തിരിച്ചിട്ട് രോഗികൾ ഇറക്കേണ്ട അവസ്ഥയാണ്. ഈ സമയം മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നനഞ്ഞു വേണം ഡ്രൈവർമാർ രോഗികളെ ഇറക്കാൻ. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് നിർത്തി രോഗികളെ സുരക്ഷിതമായി ഇറക്കുന്നതിനായി വലിയ മേൽക്കൂര സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരമാകുമെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മുളന്താവ് ആസ്പത്രിയിലെ രോഗികളെ ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഡ്രൈവർമാർക്ക് 108കാർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, ജില്ലാസ്പത്രിക്കാർക്കുണ്ട്. മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ രോഗികളെ ഇറക്കണത്. രോഗികളെ ഇറക്കുമ്പോൾ ഈ കേശവറ്റിയിൽ ഒരു കൊല്ലം മുമ്പാണ് 4 ടൈല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേശവറ്റി ഉള്ളിൽ കൂടെ വണ്ടി കയറ്റാത്തതെന്ന് ഞാൻ എസ് സി മൊയ്തീനെ വിളിച്ചിട്ടുണ്ട്, സേവ്യാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈശാഖിനി പ്രതിപക്ഷ നേതാവ്, മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവിന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പ് സേവ്യ ചിറ്റപ്പുള്ളീനെ അറിയിച്ചിട്ടുണ്ട് ഈ കേസ്. ഇതൊന്നും നടന്നില്ല. ഇതൊന്നും നടക്കാത്ത വർഷം ഇതെന്തുകൊണ്ടാണ് ഈ സൂപ്പറിൻ്റെ ഈ കേശവറ്റി ഉള്ളിൽ കൂടെ അല്ലാത്ത വർഷം ഞങ്ങൾക്ക് ഷീറ്റ് അടിച്ചു തരണം. ഈ രോഗികളെ ഇറക്കുമ്പോൾ ഞങ്ങൾ ഡ്രൈവർമാരും മനുഷ്യരല്ലേ, ഞങ്ങൾ മഴ കൊണ്ടിട്ട് ഇറക്കണ്ടേ. രോഗികളെ ഇറക്കുമ്പോൾ ഞങ്ങൾ മഴ കൊണ്ട് ഇറക്കണം. അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ മഴ കൊണ്ടിട്ട് ഇറക്കുമ്പോൾ രോഗികളെ ഇറക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം, ഏത് ഭരണമായാലും. മിനിറ്റുകൾ പോലും നിർണായകമായ അത്യാഹിത ഘട്ടങ്ങളിൽ മഴ മാറാൻ കാത്തുനിൽക്കാൻ കഴിയില്ലെന്നിരിക്കെ രോഗികളെ സുരക്ഷിതമായി എത്തിക്കാൻ ഡ്രൈവർമാർ മഴയത്ത് കനത്ത പ്രയാസമാണ് നേരിടുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആംബുലൻസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു.